വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വരവായിരിക്കുകയാണ്. ക്രിസ്മസ് ഒരാഘോഷമല്ല, അത് ഒരനുഭൂതിയാണ്. പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സഹോദര്യവും മാത്രം കണ്ടെത്തുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിരുള്ള ആ രാത്രിയിൽ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നാം വരവേൽക്കുന്ന ദിനം. ക്രിസ്മസ് ആഘോഷിക്കുന്നതും പങ്കുവയ്ക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ ജനനം മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിച്ച നന്മയുടെ പാഠങ്ങളായ സ്നേഹവും സഹിഷ്ണുതയും സഹോദര്യവും അതിലുപരി മനുഷ്യത്വവും മാനവികതയുമാണ്. അടിസ്ഥാനപരമായി ക്രിസ്മസ് ഒരു ക്രിസ്ത്യൻ ആഘോഷം ആണെങ്കിൽ പോലും ലോകമെമ്പാടും ഏകദേശം 160ഓളം രാജ്യങ്ങളിലെ ജനങ്ങൾ ക്രിസ്മസ് ഓരോ രാജ്യത്തിൻ്റെയും വൈവിധ്യങ്ങൾക്കനുസൃതമായി കൊണ്ടാടുന്നുണ്ട്. ജാതി മത വർഗവ്യത്യാസങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് നമുക്കൊരുമിച്ച് സന്തോഷിക്കുവാനും ആഘോഷിക്കുവാനും സാധിക്കുന്നെന്നുള്ളത് ക്രിസ്മസിൻ്റെ പ്രത്യേകതയാണ്. ഈ ക്രിസ്മസിന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, വികസനത്തിൻ്റെ ചിറകിലേറി പറക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ 3 സന്ദേശങ്ങളാണ്. ഒന്ന്, ഉണ്ണീശോയുടെ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ രാത്രി പൊന്നും മീറയും കുന്തിരിക്കവുമായി യേശുവിനെ കാണാനെത്തിയത് 3 രാജാക്കന്മാരാണ്. അന്ന് അവർക്ക് യേശുവിലേക്കുള്ള വഴികാട്ടിയായി മാറിയത് ഒരു നക്ഷത്രമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയായി മാറുന്ന ഒരു നക്ഷത്രമായി ഞാൻ മാറുമെന്ന്. കാരണം അക്രമവും തീവ്രവാദവും അസഹിഷ്ണുതയും സ്ത്രീപീഡനങ്ങളും മനുഷ്യത്വരാഹിത്യവുമൊക്കെ നമുക്ക് ചുറ്റും വർദ്ധിച്ചു വരുമ്പോൾ നന്മയുടെ ഗോപുരങ്ങളായി ചില മനുഷ്യരെങ്കിലും അവശേഷിച്ചില്ലെങ്കിൽ മാനവികതയുടെ പ്രകാശം നമുക്കെന്നേക്കുമായി നഷ്ടപ്പെടും. 2, യെശയ്യാ പ്രവാചകനും ജെറമിയ പ്രവാചകനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ദൈവപുത്രൻ്റെ രാജാതിരാജൻ്റെ ജനനം സംഭവിച്ചത് മാളികയിലോ മഹാസൗധങ്ങളിലോ അല്ല, മറിച്ച് ഒരു കന്നുകാലിത്തൊഴുത്തിൽ ആണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ദിവസങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂടിൻ്റെ അത്ര ഭംഗിയോ ദൃഢതയോ പോലും ഇല്ലാത്ത ഒരു കാലിത്തൊഴുത്തിൽ. ഇതിലൂടെ ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന വിലമതിക്കാനാവാത്ത ഒരു പാഠമുണ്ട്: എളിമയുള്ളവരായിരിക്കുക. 3, എത്ര വലിയ ലക്ഷ്യങ്ങളോടെ നാം ജീവിച്ചാലും എല്ലാ മനുഷ്യരുടെയും പരമപ്രധാനമായി ആഗ്രഹിക്കുന്നത് എന്നും സമാധാനം ഉണ്ടായിരിക്കുക എന്നതാണ്. എങ്ങനെ ഈ സമാധാനം എന്നും കാത്തു സൂക്ഷിക്കാം എന്നതിനുള്ളൊരു വഴി ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉണ്ണീശോയുടെ ജനനത്തിന് ശേഷം മാലാഖ വൃന്ദങ്ങൾ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്ക് എന്നും നല്ല മനസ്സുള്ളവരായിരിക്കാം. സമാധാനം കൂടെ വന്നുകൊള്ളും. ക്രിസ്മസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ 3 സന്ദേശങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. പക്ഷേ കരോൾ ഗാനങ്ങൾക്കും ആഘോഷങ്ങൾക്കും സാന്താക്ലോസിനുമൊക്കെ അപ്പുറം ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന മറ്റനേകം പാഠങ്ങളുമുണ്ട്. അത് സന്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുവാനും ക്രിസ്മസിൻ്റെ ചൈതന്യത്തിലേക്കും വളരുവാനും
ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം. 1000 പുൽക്കൂടുകളിൽ ക്രിസ്തു ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ഈശോ ജനിക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷം എന്നെ സംബന്ധിച്ചിടത്തോളം നിരർത്ഥകമാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായി ഈ ക്രിസ്മസിന് നമുക്കൊരുങ്ങാം. എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ജോബിൻ ജോസഫ്, തൊടുപുഴ. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.